ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നോക്കുകയാണെങ്കിൽ നമ്മുടെ തലപതി എപ്പോഴും തലപതി എന്ന് പറഞ്ഞാൽ തലപതി എന്നേ വരുന്നുള്ളൂ. നമ്മുടെ തലൈവർ രജനീകാന്തിൻ്റെ പുതിയ സിനിമയായ കൂലി എന്ന് ആണെന്നാണ് തോന്നുന്നത് പ്രൊണൗൺസിയേഷൻ. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. കൂലി സിനിമയുടെ ടീസർ മെനഞ്ഞാന്ന് വന്നിരുന്നു. ഫസ്റ്റ് ലുക്ക് ടീസർ എന്നുവെച്ചാൽ ലോകേഷ് കനകരാജ് സാധാരണ ചെയ്യുന്നത് പോലെ എല്ലാ ഈ സിനിമയുടെ ഇപ്പോൾ ഈ ടീസറിൽ കാണിച്ച സീൻസ് ഒന്നും സിനിമയെ കാണണമെന്നില്ല, പക്ഷേ ഏകദേശം അതുമായി റിലേറ്റഡ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സീൻസ് സിനിമയിൽ കാണാം. അപ്പോൾ ഈ ടീസർ സാധാരണ ലോകേഷ് സിനിമയുടെ ടീസറിൽ നിന്ന് വരുന്നതിനേക്കാൾ കൂടുതൽ മിക്സഡ് റിവ്യൂസാണ്. നല്ല നെഗറ്റീവ് റിവ്യൂസും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ടീസർ ഒരു തവണ മെനഞ്ഞാന്ന് കണ്ടതാണ്. ആ ഒരു ഓർമ്മയിലാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ടീസർ ഞാനങ്ങനെ വലിയ എക്സൈറ്റ്മെൻറ്റ് അങ്ങനെയല്ല. ഇപ്പോൾ പലരും ഇത് നല്ല കാത്തിരുന്നാണ് കണ്ടത്. ഞാനങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് വെച്ചല്ല കണ്ടത്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ് തോന്നി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ട്രെയിലർ. കാരണം ഒന്നാമത് നമ്മുടെ പഴയ രജനീകാന്ത് സിനിമയുടെ ചില ഡയലോഗ്സൊക്കെ വെച്ച് ആ ഒരു മാനറിസമൊക്കെ വെച്ച് പിന്നെ ഫൈറ്റ് ആയാലും എനിക്ക് സത്യത്തിൽ ട്രെയിലർ നല്ല ഇഷ്ടപ്പെട്ട് ടീസർ നല്ല ഇഷ്ടപ്പെട്ട് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. എനിക്കതുപോലെ ലാസ്റ്റ് ഇറങ്ങിയ ലിയോയുടെയൊക്കെ ആ ലെവൽ തന്നെ ഇഷ്ടപ്പെട്ട്. പിന്നെ വിക്രമിൻ്റെ അത് എന്തൊക്കെ പറഞ്ഞാലും അതൊരു രസമായിരുന്നു. കാരണം വിക്രമിൻ്റെ ടീസർ നമ്മൾ കണ്ട് ശീലിച്ചിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു ഫസ്റ്റ് ലുക്ക് ടീസർ. ആ സമയത്തൊക്കെ ഇങ്ങനെ ഒരു പടം ഇറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ടീസർ അങ്ങനെ ഇറങ്ങി നമ്മൾ ശീലിച്ചിട്ടില്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു പുതുമയായിരുന്നു വിക്രമിൻ്റെ. ഇപ്പോൾ നമ്മൾ കണ്ട് നമുക്കിതിനെ അറിയാം. നമ്മൾ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യുമല്ലോ ഇതേപോലെ ഒരു ടീസർ ആയിരിക്കും ഇറങ്ങുന്നത്. ആ ഒരു ഇത് കൊണ്ടായിരിക്കും. അല്ലെ, എനിക്ക് സംഭവം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു കണ്ണിൻ്റെ ക്ലോസപ്പ് കാണിക്കുന്നതാണെങ്കിലും എല്ലാം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. എനിക്ക് തോന്നുന്നു 2025 റിലീസായിരിക്കും ഈ സിനിമ. പിന്നെ ഷൂട്ടിങ്ങും തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ബൈ.